ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അതായത് ഇന്നിപ്പോൾ ഇതാ പൊന്നുകുട്ടീൻ്റെ പെരുന്നാളാണ് കേട്ടോ ഇന്ന്. അതായത് അച്ഛനും മക്കളും കൂടെ രാവിലെ അമ്പലത്തിലേക്ക് പോയതാണ് കേട്ടോ. ബൈക്കിൽ പോയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ഇറക്കി വിടും കേട്ടോ. ടൗണിലേക്ക് കൊണ്ടുപോകില്ല, നമ്മളെ കുറുക്ക് വരെ കേട്ടോ ബൈക്കിൽ കൊണ്ടുപോകുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ടൗൺ ഏരിയ ആയതുകൊണ്ട് 4 ആൾ ബൈക്കിൽ പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ കുറുക്കിൻ്റെ അവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് ഇറക്കി വിടും, പിന്നെ അവരങ്ങോട്ട് പോയിക്കോളും കേട്ടോ. അന്നേരം ഇതാ ഇന്നിപ്പോൾ രാവിലെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല. ഒരു ചെറിയ പായസം വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സാമ്പാറും ഉപ്പേരിയും പപ്പടവും അച്ചാറും അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ മറ്റന്നാൾ കുഞ്ഞാപ്പൂൻ്റെ പെരുന്നാളാണ്. അത് കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ. കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോയതാണ്. എന്നാൽ ഇക്കൊല്ലം സ്കൂളൊക്കെ തുറക്കാനായില്ല, അതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. അങ്ങനെ പൊന്നൂൻ്റെ ബനിയ മാത്രമാണ് കേട്ടോ പുതിയത് എടുത്തിട്ടുള്ളൂ. പിന്നെ കല്യാണത്തിനൊക്കെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അടുപ്പിച്ചെടുക്കുന്നുണ്ട്. പെരുന്നാളിനായിട്ട് പ്രത്യേകിച്ച് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കുഞ്ഞാപ്പൂനൊരു ഉടുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ സാമ്പാർ വെക്കുന്നത്. അന്നേരം തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അതിനകത്ത് ഞാൻ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങ വറുക്കുക. അത് വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അങ്ങ് അരച്ചെടുക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ തേങ്ങ മാത്രം വറുത്തിട്ട് സെപ്പറേറ്റ് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കി ഇടലാണ്. അന്നേരം വഴുതനങ്ങയും ഉള്ളിയും തക്കാളിയും കൂടെ ഒന്ന് എണ്ണയിൽ വാട്ടുക കേട്ടോ. അന്നേരം അത് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് തന്നെയാണ് വാട്ടുന്നത്. ഇനി സെപ്പറേറ്റ് ഒരു കടുക് താളിക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതങ്ങനെ ഒന്ന് ഉപ്പും മഞ്ഞളും ലേശം ഇട്ടിട്ട് അങ്ങ് വാട്ടിയെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച സാമ്പാർ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. സാമ്പാർ കഷ്ണത്തിൽ പരിപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ചാണ് കേട്ടോ. അന്നേരം നമ്മൾ വറുത്ത് അരച്ച തേങ്ങ ഇതാട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വാട്ടി വെച്ച ഉള്ളിയും തക്കാളിയൊക്കെ കൂടെ അതിലിട്ടിട്ടുണ്ട്. അന്നേരം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പൊക്കെ കറക്റ്റാക്കി ഇട്ട് കൊടുക്കുക. ലേശം പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, മിസ്സായിപ്പോയി. കേബേജ് ഇത് അരിഞ്ഞിട്ട് മഞ്ഞളിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വേണം അത് ഉപ്പേരി വെക്കാൻ. അതായത് കേബേജിലേക്ക് ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെച്ചുകൊണ്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അതായത് പപ്പടം കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ആദ്യം ലേശം പായസമാണ് കേട്ടോ വെച്ചത്, അതുകൊണ്ട് ആ പരിപാടി നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. എല്ലായിടത്തും നല്ല മഴയാണ് കേട്ടോ. നമുക്കും ഇന്ന് അത്യാവശ്യം മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു. കുഞ്ഞാപ്പ് ഇട്ടിട്ട് എൻ്റെ മടിയിലിരിക്കുന്നത്. നേരം വൈകിട്ടാണ് കേട്ടോ ആളിന്നിപ്പോൾ വൈകുന്നേരം ഉറങ്ങി എണീച്ച. മഴയൊക്കെ ആയതുകൊണ്ട് കുറേ നേരം ഉറങ്ങിപ്പോയി. 6 മണിയൊക്കെ ആകാനായി എണീക്കുമ്പോൾ. ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അതായത് ഇന്നിപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. നേരം ലെങ്ത് ഇല്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ, കുറഞ്ഞ വീഡിയോ ഉള്ളൂ. നേരത്തിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ലക്ഷം ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു മാമൻ തന്നെ. അതായത് ലേശം ചക്കക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കുക കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഏലക്കായ ഇല്ലാത്തതുകൊണ്ട് തേങ്ങയും ജീരകമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അന്നേരം ആട്ടപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അമൃതം പൊടി ഇട്ടിട്ടല്ല നമ്മൾ എപ്പോഴും ചെയ്യലേ. അന്നേരം തേങ്ങയും ജീരകവും എടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. ചക്കയും മിക്സിയിലിട്ട് അടിച്ചെടുത്ത്, പിന്നെ അമൃതം പൊടി അല്ലാത്തതുകൊണ്ട് മധുരത്തിന് ഒരാണി വെള്ളം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചുരണ്ടി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആട്ടപ്പൊടിയും ഒരു ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാ കുമ്പിൾ കുത്തുമ്പോൾ ഇടനയിലയിൽ കുമ്പിൾ കുത്തിയിട്ട് അതിൻ്റെ അകത്ത് ഇടുക. എല്ലാവരും ഇങ്ങനെ അതിൻ്റെ തണ്ട് വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെക്കുന്നതാണ്. എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. അന്നേരം ഞാനിങ്ങനെ ഈർക്കിളി കുത്തിയിട്ടാണ് കേട്ടോ കുമ്പിൾ കുത്തുക. ഞാനിങ്ങനെയാണ് ശീലിച്ചത്, അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിപ്പോയിട്ടോ. മറ്റേ രീതിയിൽ അറിയുന്നില്ല. അന്നേരം ഞാനും കുഞ്ഞാപ്പും കൂടിയാണ് കേട്ടോ കടി ഉണ്ടാക്കുന്നത്. കുഞ്ഞാപ്പും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ തോണ്ടിയും പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഉറങ്ങി എണീറ്റുകൊണ്ട് ഭയങ്കര ഷാടിയാണ്. നേരം വൈകി എഴുന്നേറ്റുകൊണ്ട് ഒരു ശരിയില്ല കേട്ടോ ഒക്കെ. അന്നേരം എൻ്റെ അടുത്ത് തന്നെ ഇരുത്തിയിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യുന്നത്. അത് നന്നായിട്ട് കുഴച്ചെടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ കുഴച്ചെടുക്കുമ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെടില്ല അത് കാണുമ്പോൾ. അന്നേരം നമ്മൾ കുമ്പിളപ്പം അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോഴത്തേക്ക് വേണ്ടി വരില്ല, രാത്രി ആയില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ ചായ കുടിക്കാനായിട്ട് എടുക്കുള്ളൂ. അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്.